കൂട്ടുകാരെ, അക്കൗണ്ട്സ് പ്രാക്ടിക്കൽ ഡേ 3. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആലീസ് എന്താണെന്ന് കണ്ടു. ഇനി ആലീസ് ഉപയോഗിച്ച് ഓരോ ട്രാൻസാക്ഷനും ആലീസിൽ ഏത് ടൈപ്പിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അഖിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1,00,000. അഖിൽ എന്ന് പറയുന്ന ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു 1,00,000 രൂപയ്ക്ക്. അപ്പോൾ ഇവിടെ വരുന്ന അക്കൗണ്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് വന്നു. അതുപോലെ തന്നെ അഖിലിന് ഈ 1,00,000 രൂപ എന്താണ്? ക്യാപിറ്റലാണ്. ബിസിനസ് അഖിലിന് ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. അഖിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടുകളും നമ്മുടെ ഈ ആലീസിന്റെ അണ്ടറിൽ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. അതുപോലെ തന്നെ അഖിൽസ് ക്യാപിറ്റൽ ആലീസിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന സെക്ഷനിൽ വരും. ക്യാപിറ്റൽ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, ബിസിനസ് ഒരു മിഷനറി വാങ്ങി, പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് പർച്ചേസ്ഡ് ഒരു 50,000 രൂപയ്ക്ക് മിഷനറി വാങ്ങും. അപ്പോൾ ഇവിടെ വരുന്ന അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? പർച്ചേസ്ഡ് മിഷനറി, ഒരു മിഷനറി അക്കൗണ്ട് വരും. രണ്ടെന്ന് പറയുന്നത് ക്യാഷ് കൊടുത്താണ് നമ്മൾ മിഷനറി വാങ്ങിയത്, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് വരും. അപ്പോൾ മിഷനറി എന്ന് പറയുന്നത് ആലീസിന്റെ അണ്ടറിൽ വരുമ്പോൾ ഒരു അസറ്റാണ്. ക്യാഷ് എന്ന് പറയുന്നതും ഒരു അസറ്റാണ്. ഇനി പർച്ചേസ് നടത്തി, ഇനി പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണം. അതിനായിട്ട് റോ മെറ്റീരിയൽസ് വാങ്ങുന്നു. പർച്ചേസ്ഡ് ഗുഡ്സ് ₹10,000 രൂപ. 10,000 രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഇവിടെ വരുന്ന അക്കൗണ്ട് ഒന്ന് ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പർച്ചേസ് അക്കൗണ്ട്. ഇനി ക്യാഷ് കൊടുത്താണ് പർച്ചേസ് നടത്തിയത്, അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ട്. ഇവിടെ പർച്ചേസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷന്റെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ ആലീസിൽ എക്സ്പെൻസിന്റെ അണ്ടറിൽ വരും. ക്യാഷ് എപ്പോഴും അസറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ 3 ട്രാൻസാക്ഷനും ആലീസിന്റെ അണ്ടറിൽ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ കാണാനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക. ഓക്കെ, ബൈ.